ഹായ് ഹലോ ഹോൾ വെൽക്കം ടു ലേൺ വൈസ്. ഇഗ്നോ ഓഫർ ചെയ്യുന്ന BA സൈക്കോളജി കോഴ്സിന്റെ 1ാം വർഷത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. BPCC 101 ആണ് കോഴ്സ് കോഡ് വരുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ ഇഗ്നോ ടേം എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, യൂണിറ്റുകൾ, ബ്ലോക്കുകൾ, അതുപോലെ തന്നെ ലേൺ വൈസിന്റെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ, എങ്ങനെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതിൽ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓൾമോസ്റ്റ് അതിൽ പറയുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഈ എക്സാമിന് വരാൻ നമ്മൾ കൂടുതൽ സാധ്യത കാണുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് വളരെ ലളിതമായിട്ടും വളരെ വ്യക്തമായിട്ടും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മോടൊപ്പം ഉള്ളത് മറ്റാരുമല്ല, MSc ക്ലിനിക്കൽ സൈക്കോളജിയിൽ ബിരുദമുള്ള ലേൺ വൈസിന്റെ ഫാക്കൽറ്റിയും അതുപോലെ തന്നെ മെന്റർ ലീഡുമായ ലിൻസി മാം ആണ്. അപ്പൊ ഇനി അങ്ങോട്ട് ലിൻസി മാം പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, പരീക്ഷയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുക. Hi all, myself Lindsay. I'm the mentorship team lead at LearnWise. എല്ലാവരുടെ എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് പോകുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ ആദ്യം ലൈവ് പോയ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി പേപ്പറിൻ്റെ പേപ്പർ അനാലിസിസ് ആണ്. എല്ലാവരും നന്നായിട്ട് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി പേപ്പറൊക്കെ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. വീഡിയോസസ് എല്ലാം നന്നായിട്ട് കണ്ടിട്ടുണ്ടാവും, മെറ്റീരിയൽസ് എല്ലാം നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതൽ നോക്കുന്നുണ്ടാവുക ഏതൊക്കെ ബ്ലോക്സുകളാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്സുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ബ്ലോക്സുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്സും യൂണിറ്റ്സുകളാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇൻട്രൊഡക്ഷൻ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ essay ടൈപ്പൊക്കെ ആയിട്ട് എഴുതാനുള്ളതായിരിക്കും. ഒരു 300 വേർഡ്സിൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ ഈ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസുകൾക്ക് എഴുതേണ്ടി വരും. അതുപോലെ തന്നെ വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. ഈ സെഷൻസുകളിൽ നമ്മൾ ഷോർട്ടായിട്ടായിരിക്കണം ആൻസേഴ്സ് എഴുതേണ്ടത്. ചിലപ്പോൾ ഡെഫിനേഷൻസുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഷോർട്ട് നോട്ട്സുകളായിരിക്കും ഈ സെഷനിൽ വരുന്നുണ്ടാവുക. ഒരു 150 വേർഡ്സിൻ്റെ അടുത്തായിരിക്കും നമ്മൾ ഈ ഷോർട്ട് നോട്ട്സുകൾ എഴുതുന്നുണ്ടാവും. ഇനി ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി പേപ്പർ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല ബ്ലോക്സുകളായിട്ട് പല ബേസിക് ജനറൽ കൺസെപ്റ്റ്സുകളാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ സൈക്കോളജി പേപ്പറിൽ പഠിക്കുന്നത്. പഠിക്കാൻ കമ്പാരിറ്റീവ് നല്ല ഈസിയർ ആയിട്ടുള്ള പേപ്പറും ഏറ്റവും മാക്സിമം സ്കോർ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു പേപ്പർ കൂടിയാണ് ഇൻട്രൊഡക്ഷൻ സൈക്കോളജി പേപ്പർ എന്ന് പറയുന്നത്. ഈ ഇൻട്രൊഡക്ഷൻ സൈക്കോളജി പേപ്പറിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ വാസ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജിയാണ്. ഏറ്റവും സാധാരണഗതിയിൽ ഫ്രീക്വൻ്റ്ലി ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് പെർസെപ്ഷനാണ്. പെർസെപ്ഷനിൽ നമ്മൾ സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ പഠിക്കുന്നുണ്ട്, ലോസുകൾ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡെപ്ത് പെർസെപ്ഷൻ്റെ ടൈപ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, മോണോക്കുലർ, ബൈനോക്കുലർ ക്യൂസ്, അതുപോലെ തന്നെ ഇറേഴ്സുകൾ പഠിക്കുന്നുണ്ട്, അതായത് ഇല്യൂഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ഇല്യൂഷൻസുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം വരുന്നതാണ് നമ്മുടെ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പ്രോസസ് ഓഫ് തിങ്കിങ് നോക്കി, ഏതൊക്കെയാണ് ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ സ്റ്റേജസ് എന്നുള്ളത് നോക്കി, ഡിസിഷൻ മേക്കിംഗ് നോക്കി, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്സുകൾ നോക്കി, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. പിന്നീട് വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ലേണിംഗ് ആൻഡ് മെമ്മറിയാണ്. ലേണിംഗ് ആൻഡ് മെമ്മറിയിൽ നമുക്കറിയാം, ആദ്യം ലേണിംഗ് തിയറീസ് കുറേ പഠിച്ചിട്ടുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറൻറ്റ് കണ്ടീഷനിങ്, അതുപോലെ തന്നെ ടൈപ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് മെമ്മറി നമ്മൾ നോക്കി. എങ്ങനെ മെമ്മറി ഇംപ്രൂവ് ചെയ്യാം, എൻഹാൻസ് ചെയ്യാം എന്നതിൻ്റെ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ലാസ്റ്റ് വന്ന ബ്ലോക്കാണ് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നോക്കിയത് മോട്ടിവേഷൻ്റെ ഡിഫറെൻറ്റ് തിയറീസും ടൈപ്സും ഫങ്ഷൻസ് ഓഫ് ഇമോഷൻസ് വരുന്നു. ഇമോഷൻ്റെ കുറേ തിയറീസ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കിയിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ നോട്ടബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു സാധാരണഗതിയിൽ ഒരു ബാലൻസ് ആയിട്ടാണ് എല്ലാ സെഷൻസിലും നമ്മൾ കാണാം. അതായത് ഈ എല്ലാ പേപ്പറും 2 സെഷൻസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ ടോപ്പിക്സിനും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 2 സെഷൻസിലായിട്ടാണ് നമ്മൾ കാണാറ്. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചറിലാണെങ്കിലും ഒരു കൺസിസ്റ്റൻസി കാണാൻ പറ്റും. അതായത് സാധാരണഗതിയിൽ ഓരോ പേപ്പറും ഒരു സിമിലർ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഒരു ബ്രോഡും അതുപോലെ തന്നെ സ്പെസിഫിക് ക്വസ്റ്റ്യൻസുകളുടെ ഒരു മിക്സാണ് നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്നുള്ള പാറ്റേൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇൻട്രൊഡക്ഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു കോ പേപ്പർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കോർ കൺസെപ്റ്റ്സുകളിൽ കൂടുതൽ എംഫസിസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ലൈക്ക് നമ്മൾ ആദ്യം പഠിക്കുന്ന നേച്ചർ ഓഫ് സൈക്കോളജി, അതുപോലെ തന്നെ പെർസെപ്ഷൻ, ലേണിംഗ്, മെമ്മറി, മോട്ടിവേഷൻ, ഇമോഷൻ, ഇങ്ങനെയുള്ള ടോപ്പിക്സുകളിൽ കൂടുതൽ എംഫസിസ് കൊടുത്തതായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസുകൾ എടുത്താലും നമുക്കറിയാം, കൂടുതലും ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുള്ളത് ഈ ബേസിക് ആയിട്ട് കോർ കൺസെപ്റ്റ്സുകളിൽ, ഈ പേപ്പറിൻ്റെ കോർ കൺസെപ്റ്റ്സുകളായിട്ട് നമ്മൾ പറയുന്ന
ഏരിയാസിൽ നിന്നാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ഒന്ന് നോക്കാം. ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഡിസംബർ 2020 to 2023 വരെയുള്ള ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയുടെ പേപ്പർ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ബ്ലോക്സുകളിലും എങ്ങനെയൊക്കെ എത്ര ക്വസ്റ്റ്യൻസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയാണ്. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിലാണ് നമ്മൾ ബേസിക്കലി നേച്ചറും സ്കോപ്പ് ഓഫ് സൈക്കോളജി ഒക്കെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2020 to 2023 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ നിന്ന് ആ ബ്ലോക്കിൽ നിന്ന് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ചോദിച്ചതായിട്ട് കാണാറുണ്ട്. സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 ആണ്. പെർസെപ്ഷനാണ് ബ്ലോക്ക്. പെർസെപ്ഷൻ ബ്ലോക്കിൽ നമുക്കറിയാം കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ബ്ലോക്ക് കൂടിയാണ്. പെർസെപ്ഷനും ഡെപ്ത് പെർസെപ്ഷൻസും അതിൻ്റെ ലോസുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ആ ബ്ലോക്കിൽ നമ്മൾ ചോദിച്ചതായിട്ട് കാണാറില്ല. ഇപ്പോൾ 2023 നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലോക്കിൽ നിന്ന് 0 ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ക്വസ്റ്റ്യൻസും ചോദിച്ചതായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത് തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് ആണ്. അവിടെയും ഇതുപോലെ തന്നെ നമ്മുടെ ബേസിക്കലി ആ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ കോർ കൺസെപ്റ്റ്സിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാത്ത എംഫസിസ് കൊടുക്കാത്തൊരു കോർ ഏരിയ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 ക്വസ്റ്റ്യൻസ് ആണ്, അതായത് വലിയ കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊന്നും നമ്മൾ ചോദിച്ചതായിട്ട് കാണുന്നില്ല. സോ കമ്മിങ് ടു ബ്ലോക്ക് 4 ലേണിംഗ് ആൻഡ് മെമ്മറി. ലേണിംഗ് ആൻഡ് മെമ്മറിയിൽ നിന്ന് ലാസ്റ്റ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 8 ക്വസ്റ്റ്യൻസോളം ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് ലേണിംഗ് ആൻഡ് മെമ്മറി എന്ന് പറഞ്ഞ ബ്ലോക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്ലോക്ക് കൂടിയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന ബ്ലോക്ക് 5 മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ. ഈ ബ്ലോക്കും ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്ലോക്കാണ്. അതിൽ നിന്ന് നമ്മൾ പ്രീവിയസ് ഇയർ പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 8 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടായിട്ട് കാണുന്നുണ്ട്. സോ നമുക്ക് ഈ ബ്ലോക്സുകളെല്ലാം തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് 4, അതായത് ലേണിംഗ് ആൻഡ് മെമ്മറി, ലേണിങ്ങിൻ്റെ തിയറീസും അതുപോലെ തന്നെ മെമ്മറിയും, അതുപോലെ തന്നെ ബ്ലോക്ക് 5 നമ്മുടെ മോട്ടിവേഷൻ്റെ തിയറീസും അതുപോലെ തന്നെ ഇമോഷൻ്റെ തിയറീസും കൂടുതൽ ഹെവിലി ആയിട്ട് എംഫസൈസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ നോക്കിയാൽ കാണാൻ പറ്റും ബ്ലോക്ക് 4 നിന്നും ബ്ലോക്ക് 5 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഈ 2 ബ്ലോക്കിൽ നിന്നും ഓൾമോസ്റ്റ് 8 ക്വസ്റ്റ്യൻസോളം കഴിഞ്ഞ് ലാസ്റ്റ് കുറേ പീരീഡ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ചതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കമ്പയർ ടു ദ ബ്ലോക്ക് 4 ബ്ലോക്ക് 5 മറ്റ് ബ്ലോക്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ, എക്സ്പെഷ്യലി ബ്ലോക്ക് 1 കമ്പയർ ചെയ്യുമ്പോൾ ഒരു മിനിമൽ പ്രസൻസ് ആണുള്ളത് ക്വസ്റ്റ്യൻസുകളുടെ എണ്ണത്തിൽ. ഓൾമോസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ബ്ലോക്ക് 1 നിന്ന് ചോദിച്ചതായിട്ട് കാണുന്നുള്ളൂ. ഇനി സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് 2 അതായത് പെർസെപ്ഷനും ബ്ലോക്ക് 3 തിങ്കിങ് ആൻഡ് ലാംഗ്വേജിനും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കാണുന്നില്ല. നമ്മുടെ അനാലിസിസ് ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളും ചോദിച്ചതായിട്ട് കാണുന്നില്ല. ഇനി കമ്മിങ് ടു യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ഒന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഓരോ ബ്ലോക്കുകളുണ്ട്. ഈ ബ്ലോക്കുകളുടെയും 5 ബ്ലോക്കുകളുടെയും സെപ്പറേറ്റഡ് യൂണിറ്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ യൂണിറ്റ്സുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ പ്രീവിയസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിസംബർ 2020 to 2023 ജൂൺ 2023 വരെയുള്ള ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്ന ഒറിജിൻ ഓഫ് സൈക്കോളജിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസും ചോദിച്ചതായിട്ട് കാണുന്നില്ല. 0 ക്വസ്റ്റ്യൻസ് ആണ് ഒറിജിൻ ഓഫ് സൈക്കോളജിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. കമ്മിങ് ടു സെക്കൻഡ് യൂണിറ്റ്, അതായത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജിയിൽ നിന്ന് ഓൾമോസ്റ്റ് 2 ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദി സൈക്കോളജിയിൽ നമ്മൾ ബ്രാഞ്ചസും കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷനിൽ നിന്ന്, ആ ഒരു യൂണിറ്റിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസുകളും ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ അധികം വെയിറ്റേജ് അല്ലെങ്കിൽ അധികം ക്വസ്റ്റ്യൻസുകൾ കാണപ്പെടാത്ത ബ്ലോക്കുകളാണ് ബ്ലോക്ക് 2 ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. അതിൽ വരുന്ന യൂണിറ്റ്സ് ആയിട്ടുള്ള പെർസെപ്ഷനിൽ നമുക്കറിയാം പെർസെപ്ഷൻ്റെ മീനിങ് എന്താണ്, അതുപോലെ ജസ്റ്റ് ലോസുകൾ നമ്മൾ നോക്കുന്നുണ്ട്, പെർസെപ്ഷൻ കൺസിസ്റ്റൻസികൾ നമ്മൾ നോക്കുന്നുണ്ട്, കോൺസ്റ്റൻസീസ് നോക്കുന്നുണ്ട്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർസെപ്ഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ അധികമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിച്ച് കാണാറില്ല. പ്രീവിയസ് ഇയറിൽ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് 0 ക്വസ്റ്റ്യൻസ്, അതായത് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊന്നും നമ്മളിതിനകത്ത് കാണുന്നില്ല. പിന്നെ അതുപോലെ വരുന്ന നെക്സ്റ്റ് 4th യൂണിറ്റാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പെർസെപ്ഷനിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെർസെപ്ഷൻ, ഡെപ്ത് പെർസെപ്ഷൻ നോക്കുന്നുണ്ട്, അതിനകത്ത് ക്യൂസുകൾ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഇറേഴ്സ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇല്യൂഷൻ
മോട്ടിവേഷൻ നോക്കുന്നുണ്ട്. ഈ യൂണിറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് ചെയ്യുമ്പോൾ ഈ യൂണിറ്റിൽ നിന്നും കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചതായിട്ട് കാണുന്നില്ല. 0 ക്വസ്റ്റ്യൻസ് ആണ് ഈ യൂണിറ്റിൽ നിന്നും ചോദിച്ചതായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു നമുക്കറിയാം ബ്ലോക്ക് 3യിൽ നിന്ന് വരുന്ന യൂണിറ്റാണ് തിങ്കിങ് ആൻഡ് ലാംഗ്വേജ്. അതിൽ നിന്നും നമുക്കറിയാം ലാംഗ്വേജിൻ്റെ കൺസെപ്റ്റ്സുകൾ, തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊന്നും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സുകൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. കമ്മിങ് ടു നെക്സ്റ്റ് യൂണിറ്റ് ലേണിംഗ്, നമുക്കറിയാം പിന്നീട് വരുന്ന ബ്ലോക്ക് 4ഉം ബ്ലോക്ക് 5 എന്ന് പറയുന്നതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എംഫസൈസ് കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്സുകളാണ്. ആ ബ്ലോക്കുകളിൽ വരുന്നതാണ് 6th യൂണിറ്റ് ആയിട്ടുള്ള ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് നമുക്കറിയാം ലേണിംഗ് ഡിഫറെൻറ്റ് തിയറീസ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പണിംഗ് കണ്ടീഷനിങ് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് ആ ഒരു യൂണിറ്റിൽ നിന്ന് ഓൾമോസ്റ്റ് 3 ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് കമ്മിങ് ടു 7th യൂണിറ്റ്, അതായത് മെമ്മറിയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ്, അതുപോലെ തന്നെ നമ്മൾ മെമ്മറി എൻഹാൻസ് ചെയ്യുന്ന ടെക്നിക്സുകൾ, ഇതെല്ലാമാണ് നമ്മൾ ആ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ യൂണിറ്റിൽ നിന്ന് ഓൾമോസ്റ്റ് 5 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റ് കൂടിയാണ് മെമ്മറി. നമുക്കറിയാം മെമ്മറിയുടെ തിയറീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ആ ബ്ലോക്ക് യൂണിറ്റിൽ നോക്കുന്നുണ്ട്. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് എക്സ്പെഷ്യലി മെമ്മറിക്കും ലേണിങ്ങിനൊക്കെ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. നെക്സ്റ്റ് കമ്മിങ് ടു ദ 8th യൂണിറ്റ്, ദാറ്റ് ഇസ് മോട്ടിവേഷൻ. മോട്ടിവേഷനിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻസുകൾ, അതുപോലെ തന്നെ ഇൻറ്റേർണൽ, അതുപോലെ തന്നെ ഡയറക്റ്റും ഒക്കെ ആയിട്ടുള്ള മോട്ടിവേഷൻ ടൈപ്സുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോട്ടിവേഷൻസിന് തിയറീസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മോട്ടിവേഷൻ തിയറീസിൽ നിന്ന് ഓൾമോസ്റ്റ് 4 ക്വസ്റ്റ്യൻസുകളോളം ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ളൊരു യൂണിറ്റ് കൂടിയാണ് മോട്ടിവേഷൻ. ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് യൂണിറ്റ്, ദാറ്റ് ഇസ് ഇമോഷൻ. നമുക്കറിയാം ഇമോഷൻ്റെയും തിയറീസുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ഇമോഷൻ തിയറീസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ യൂണിറ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന യൂണിറ്റ്സുകൾ എന്ന് പറയുന്നത് ലേണിങ്ങും മെമ്മറി, മോട്ടിവേഷൻ, ഇമോഷൻ, അതുപോലെ തന്നെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജിയാണ്. പഠിക്കുന്ന സമയത്ത്, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് കൊടുക്കും. ആൻഡ് കമ്മിങ് ടു നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മെമ്മറിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മെമ്മറിയിൽ നിന്നൊരു 5ഓളം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ മെമ്മറിക്കാണ് ഏറ്റവും കൂടുതൽ, മെമ്മറി എന്ന് പറഞ്ഞ യൂണിറ്റാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വെയിറ്റേജ് ആയിട്ട് ഒരു 5ഓളം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചോദിച്ച് കാണാറുണ്ട്. തൊട്ട് താഴെയായിട്ട് മോട്ടിവേഷൻ, ഇമോഷൻ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ നിന്ന് ഓൾമോസ്റ്റ് 4 ക്വസ്റ്റ്യൻസോളം ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു എംഫസിസ് മോട്ടിവേഷൻ, ഇമോഷൻസിനും കൊടുത്തതായിട്ടും കാണുന്നുണ്ട്. പിന്നെ ലേണിംഗ് ഓൾസോ, ലേണിംഗിനെ പറ്റി പറയുകയാണെങ്കിലും ലേണിംഗിലും ഈ പറഞ്ഞതുപോലെ ഒരു ഫെയർലി റെപ്രസെൻറ്റഡ് ഒരു ഓൾമോസ്റ്റ് ഒരു 3 ക്വസ്റ്റ്യൻസോളം ലേണിംഗിൻ്റെ തിയറീസിൽ നിന്ന് ചോദിച്ചതായിട്ടും കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റ് 1, അത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 എടുക്കുകയാണെങ്കിൽ, യൂണിറ്റ് 2 എടുക്കുകയാണെങ്കിൽ, അതായത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് 2 ക്വസ്റ്റ്യൻസോളം കാണുന്നുണ്ട്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു നമ്മുടെ പെർസെപ്ഷനും അതുപോലെ തന്നെ ഒറിജിൻ ഓഫ് സൈക്കോളജി, അതായത് ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും അതുപോലെ തന്നെ ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 3യും, അതായത് അതിനകത്ത് വരുന്ന യൂണിറ്റ്സുകൾ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ്, പെർസെപ്ഷൻ, ഈ യൂണിറ്റ്സുകളിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചതായിട്ടോ നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയത് യൂണിറ്റ് വൈസ് ബ്ലോക്കിൽ നിന്ന് നമ്മൾ ആദ്യം ബ്ലോക്കിൻ്റെ വെയിറ്റേജസ് പറഞ്ഞു, അതിനുശേഷം യൂണിറ്റ് വെയിറ്റേജ് പറഞ്ഞു. ഇനി കമ്മിങ് ടു ദ ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി പേപ്പറിൻ്റെ പ്രീവിയസ് ഇയേഴ്സുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ ഏതാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സയൻസ് ഓഫ് സൈക്കോളജിയാണ്. സയൻസ് ഓഫ് സൈക്കോളജിയിൽ നിന്ന് ഓൾമോസ്റ്റ് 2 ക്വസ്റ്റ്യൻസോളം പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജിയിൽ നിന്ന് നമ്മൾ 0 ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ പെർസെപ്ഷനിൽ നിന്നും തിങ്കിങ് ആൻഡ് ലാംഗ്വേജിൽ നിന്നും നമുക്ക് കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, 0 ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഓൾമോസ്റ്റ് 3 ക്വസ്റ്റ്യൻസോളം ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ കമ്മിങ് ടു ദ മെമ്മറിയിലും ഇതുപോലെ തന്നെ ഒരു 5 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട്. മോട്ടിവേഷൻ, അതുപോലെ തന്നെ ഇമോഷൻ, ഈ ടോപ്പിക്സിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് വീതം വെച്ചിട്ട് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. സോ നമ്മളിതെല്ലാം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് മെമ്മറി തന്നെയാണ്. മെമ്മറിയാണ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആയിട്ട് അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ടോപ്പിക്ക്. അതിനകത്ത് ഒരു 5ഓളം ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ആൻഡ് മോട്ടിവേഷൻ, ഇമോഷൻസിന് ഓൾസോ ഒരു 4 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സയൻസസ് ഓഫ് സൈക്കോളജി ഈസ് ഓൾസോ കവർ 2 ക്വസ്റ്റ്യൻസ്. ബട്ട് ഒരു നോട്ടബിൾ ആയിട്ടുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളോ കാര്യങ്ങൾ അല്ലെങ്കിൽ ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പെർസെപ്ഷണൽ തിങ്കിങ്ങിലും ഒരു ഡിസ്റ്റിങ്ക്റ്റ് ടോപ്പിക്സുകളാണ് നമ്മൾ കൂടുതലും കാണുന്നത്.
ഇനി മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ നമുക്ക് നോക്കാം. മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എത്ര ക്വസ്റ്റ്യൻസുകളാണ് ഓരോ ബ്ലോക്കിൽ നിന്ന് അല്ലെങ്കിൽ യൂണിറ്റിൽ നിന്ന് വരിക, ഏത് ടോപ്പിക്കിൽ നിന്ന് വരിക എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്ക് വൈസ് വെയിറ്റേജുകളാണ്. അതായത് ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര മാർക്ക് ക്വസ്റ്റ്യൻസുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മാർക്ക് വൈസ് നോക്കുമ്പോൾ നമുക്കറിയാം 5 ബ്ലോക്കാണ് ഇൻട്രഡക്ഷൻ്റെ സൈക്കോളജിയിലുള്ളത്. അതിൻ്റെ ബ്ലോക്ക് 1 അതായത് ഇൻട്രഡക്ഷൻ്റെ സൈക്കോളജി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 20 മാർക്കോളം ഈ ഇൻട്രഡക്ഷൻ്റെ സൈക്കോളജിയിൽ നിന്നൊക്കെ വെയിറ്റേജ് വരുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു ദ പെർസെപ്ഷൻ, നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ യൂണിറ്റ് ആണെങ്കിലും ബ്ലോക്കൊക്കെ ആണെങ്കിലും നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊന്നും ചോദിച്ചതായിട്ട് കാണുന്നില്ല. ഓൾമോസ്റ്റ് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻസുകളെ ചോദിച്ചതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് 2 പെർസെപ്ഷൻ എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ മാർക്ക് എസ്റ്റിമേഷൻ എന്ന് പറയുന്നതും 0ആണ്. അതുപോലെ തന്നെ കമ്മിങ് ടു ബ്ലോക്ക് 3 തിങ്കിങ് ആൻഡ് ലാംഗ്വേജും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൽ നിന്നും ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസുകൾ കണ്ടുവരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാർക്ക് വൈസ് ആയിട്ടുള്ള വെയിറ്റേജ് നമ്മൾ ഉദ്ദേശിക്കുന്ന എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 0 മാർക്സ് ആണ്. ആൻഡ് കമ്മിങ് ടു ദ ബ്ലോക്ക് 4 ദാറ്റ് ഇസ് ലേണിംഗ് ആൻഡ് മെമ്മറി. നമുക്കറിയാം ബ്ലോക്ക് 4ഉം ബ്ലോക്ക് 5 ഞാൻ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്കുകളാണ്. ബ്ലോക്ക് 4 ലേണിംഗ് ആൻഡ് മെമ്മറിയിൽ നിന്ന് ഓൾമോസ്റ്റ് 80 മാർക്സോളം വെയിറ്റേജ് നമുക്കൊരു എസ്റ്റിമേഷനായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലോക്ക് 5 എടുക്കുകയാണെങ്കിലും മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ ഇതിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 80 മാർക്സോളം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു എസ്റ്റിമേഷനാണ്, മാർക്ക് വൈസ് എസ്റ്റിമേഷനാണ് ഓരോ ബ്ലോക്കിൻ്റെയും നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈ പറയുന്ന ഇൻട്രഡക്ഷൻ്റെ സൈക്കോളജി ബ്ലോക്ക് 1ഉം അതുപോലെ തന്നെ ബ്ലോക്ക് 4ഉം ബ്ലോക്ക് 5ഉം നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ളതും നമ്മളത് സ്കിപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതും അതിൻ്റെ ടോപ്പിക്സുകളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതും എല്ലാ കൺസെപ്റ്റ്സ് ക്ലിയർ ആണെന്നുള്ളതും ഉറപ്പുവരുത്താം. ഇനി നമുക്ക് യൂണിറ്റ് വൈസ് ആയിട്ടുള്ള മാർക്ക് അലോക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ബ്ലോക്ക് വൈസ് ആണ് മാർക്ക് അലോക്കേഷൻ. ഇനി നമുക്ക് യൂണിറ്റ് വൈസ് നമുക്ക് ഓരോ യൂണിറ്റിൽ നിന്നും എത്ര മാർക്സ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും, എത്രമാത്രം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഓറിജിൻ ഓഫ് സൈക്കോളജിയിൽ നിന്ന് നമ്മൾ 0 മാർക്സ് ആണ് വെയിറ്റേജ് ആയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജിയിൽ നിന്ന് ഓൾമോസ്റ്റ് 20 മാർക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെർസെപ്ഷൻ യൂണിറ്റ്സിൽ നിന്നാണെങ്കിൽ 0 മാർക്സ് ആണ് ഫ്രം ബോത്ത് യൂണിറ്റ്സിൽ നിന്ന്. പെർസെപ്ഷൻ 2 യൂണിറ്റ്സ് ഉണ്ട്. ഈ 2 യൂണിറ്റ്സിൽ നിന്നും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നോക്കിക്കഴിയുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. ഒരു 0 മാർക്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ള. ഒരു വലിയ വെയിറ്റേജുള്ള മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുകളൊന്നും ചോദിച്ചതായിട്ട് കാണുന്നില്ല. സിമിലർ തന്നെയാണ് തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്നും. ആൻഡ് കമ്മിങ് ടു ദ ലേണിംഗ് യൂണിറ്റിൽ നിന്ന് ഓൾമോസ്റ്റ് 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു മെമ്മറി വരികയാണെങ്കിൽ മെമ്മറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 50 മാർക്സോളം ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു ദ മോട്ടിവേഷൻ്റെയും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ 40 മാർക്സ് മോട്ടിവേഷനിൽ നിന്നും ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷനും ഒരു 40 മാർക്സിൻ്റെ വെയിറ്റേജ് അല്ലെങ്കിൽ ചോദിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി ടോപ്പിക് വൈസിൻ്റെ മാർക്ക് വൈസ് അലോക്കേഷൻ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ യൂണിറ്റ് പറഞ്ഞു, ഇനി ഓരോ ടോപ്പിക്കിൽ നിന്ന് എത്ര മാർക്കിൻ്റെ ഒരു അലോക്കേഷൻ വരുന്നുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സയൻസ് ഓഫ് സൈക്കോളജി ആണ്. സയൻസ് ഓഫ് സൈക്കോളജിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 20 മാർക്സിൻ്റെ മാർക്ക് അലോക്കേഷൻ നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജിയിൽ നിന്നാണെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചോദിച്ച് കാണാത്തത് കൊണ്ട് തന്നെ 0 മാർക്കാണ് നമ്മളതിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ചോദിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ 0 മാർക്സ് ആണ് വരുന്നത്. പെർസെപ്ഷനിൽ നിന്നാണെങ്കിലും 0 മാർക്സ് ആണ്. തിങ്കിങ് ആൻഡ് ലാംഗ്വേജിൽ നിന്നും 0 മാർക്സ് ആണ്. പിന്നീട് വരുന്ന 2 ബ്ലോക്കിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് ലേണിംഗ് ഇതിൽ നിന്ന് 30 മാർക്സും മെമ്മറിയിൽ നിന്ന് 50 മാർക്സും മോട്ടിവേഷനിൽ നിന്ന് ഒരു 40 മാർക്സും ഇമോഷണലിൽ നിന്നും 40 മാർക്സ് നമ്മൾ ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും വെയിറ്റേജ്, അതായത് നമ്മളിപ്പോൾ മാർക്ക് വെയിറ്റേജ് നോക്കുകയാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബ്ലോക്കുകളാണ് ഫസ്റ്റ് ബ്ലോക്കും അതുപോലെ തന്നെ 4 and 5th ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ബ്ലോക്ക് 4ഉം 5ഉം അതായത് ലേണിങ്ങും മെമ്മറി മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ളത്. ഓൾമോസ്റ്റ് 80 മാർക്സ് ഈച്ച് ബ്ലോക്കിന് ക്യാരി ചെയ്യുന്നുണ്ട്. ഈ 4ഉം 5ലും ഒരു 80 മാർക്സിൻ്റെ
ഈച്ച് വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ബ്ലോക്ക് പഠിക്കുക. ഓക്കെ, മെമ്മറി എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെവിലി വെയിറ്റേജ്ഡ് യൂണിറ്റ് ആയിട്ടും ടോപ്പിക്കായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് 50 മാർക്സുകൾ ഈ ഒരു മെമ്മറിയിൽ നിന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ദർ ഈസ് ഓൾസോ ഒരു നോട്ടീസബിൾ ഗ്യാപ്പ് ഇൻ ദ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റിയൊരു മാർക്ക് അലോക്കേഷൻ ഫോർ ദ പെർസെപ്ഷനും അതുപോലെ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് ആൻഡ് ദെയർ റെസ്പെക്റ്റീവ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. അതായത് നമ്മൾ സാധാരണഗതിയിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസുകളും നമ്മൾ പ്രീവിയസ് ഇയറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത ഈ ബ്ലോക്സുകളാണ് ഈ പറയുന്ന നമ്മളുടെ തിങ്കിങ് ആൻഡ് ലാംഗ്വേജും അതുപോലെ തന്നെ പെർസെപ്ഷൻ്റെയും ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾക്ക് ഈ ഓരോ നമ്മളിപ്പോൾ വെയിറ്റേജ്, അതായത് നമ്മളുടെ എത്ര ക്വസ്റ്റ്യൻസുകൾ ഓരോ ബ്ലോക്കിൽ നിന്ന് വരുന്നു, യൂണിറ്റിൽ നിന്ന് വരുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് കിട്ടുന്നു, ഓരോ ബ്ലോക്കിൽ നിന്ന് എത്ര മാർക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും, ടോപ്പിക് വൈസും യൂണിറ്റ് വൈസും എത്ര മാർക്സ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതെല്ലാം നമ്മൾ നോക്കിയല്ലേ. ഇനി നമ്മൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണെന്നുള്ളതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധാരണ ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് പല പ്രാവശ്യങ്ങളിലും ചോദിച്ചതായിട്ട് നമ്മൾ കാണപ്പെടുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഇനി പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻസുകൾ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലാബറേറ്റ് അപ്പോൺ ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് ഓൾമോസ്റ്റ് 2 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇലാബറേറ്റ് അപ്പോൺ ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദ സൈക്കോളജി നമുക്കറിയാം അത് ബ്ലോക്ക് 1 നിന്ന് വരുന്നതാണ്. അപ്പോൾ ബ്ലോക്ക് 1 പഠിക്കുന്ന സമയത്ത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്ത് 2 പ്രാവശ്യത്തോളം ആ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് കം ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണ്. എക്സ്പ്ലെയിൻ ദ തിയറീസ് നമുക്കറിയാം, ഒത്തിരി മോട്ടിവേഷണൽ തിയറീസസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ മോട്ടിവേഷണൽ തിയറീസസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതും ഇതുപോലെ നമ്മൾ ഈ പറയുന്ന പോലെ ഓൾമോസ്റ്റ് ഒരു 2 പ്രാവശ്യോളം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ 2 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കാണിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് എംഫസൈസ് ചെയ്തുകൊണ്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ്, ഒന്ന് തിയറീസ് ഓഫ് മോട്ടിവേഷൻ അതുപോലെ തന്നെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജിയാണ്. ഇനി അതുപോലെ തന്നെ നമുക്കിനി വരുന്ന എക്സാമിന്, അപ്കമിങ് ആയിട്ടുള്ള എക്സാമിന് ഏതൊക്കെയായിരിക്കാം കൂടുതൽ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം, ഏതിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള കൂടുതൽ പ്രോബബിലിറ്റീസ് ഉള്ളത്, ചാൻസസ് കൂടുതലുള്ളത് ഏതിനൊക്കെയാണ് എന്നുള്ള പ്രഡിക്ഷൻസുകളാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് ആയിട്ട്, അത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആയിട്ട് നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് മെമ്മറിയാണ്. ബിക്കോസ് മെമ്മറിക്കാണ് ഏറ്റവും കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്ക് ഏറ്റവും ഹൈ മാർക്ക് വെയിറ്റേജ് വരുന്നൊരു ഇമ്പോർട്ടൻ്റ് അതാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നത് മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മെമ്മറി ഇസ് എ ടോപ്പിക് വേറെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് വരുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യത കാണുന്നൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെയാണ് തിയറീസ് ഓഫ് മോട്ടിവേഷനും ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഹെവിലി വെയിറ്റേജിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെയാണ് ഇമോഷൻ എന്ന് പറയുന്നത്. അതും നമ്മളുടെ ഈ പറയുന്ന പോലെ കൺസിസ്റ്റൻ്റ്ലി എല്ലാ റീസെൻറ്റ് പേപ്പേഴ്സുകളിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളിലും കവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും നമ്മുടെ ഒരു പ്രോബബിൾ ടോപ്പിക്, അതായത് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കായിട്ടാണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് വന്നു പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഹൈലി പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞത് 3 എണ്ണമാണ്. ഒന്ന് മെമ്മറി, തിയറീസ് ഓഫ് ഇമോഷൻ, തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ. ഇനി നെക്സ്റ്റ് മോഡറേറ്റ് പ്രോബിലിറ്റി ഓഫ് ടോപ്പിക്സ്, അതായത് സാധാരണഗതിയിൽ എന്തായാലും ചെറിയ രീതിയിലെങ്കിലും ക്വസ്റ്റ്യൻസ് വരും എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസുകൾ ചാൻസസ് കാണുന്നത് ഒന്ന് ലേണിംഗ് കൺസെപ്റ്റ്സ് ആണ്. ബിക്കോസ് ഇത് റെഗുലർലി ഫീച്ചർ ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അതായത് സാധാരണഗതിയിൽ കാണിച്ചിട്ടുള്ള ഫീച്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ള ഏരിയയാണ് ലേണിംഗ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ കമ്പയർ ടു നമ്മളുടെ നേരത്തെ പറഞ്ഞ മെമ്മറീനെയും മോട്ടിവേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വെയിറ്റേജ് വരുന്നില്ലെങ്കിലും ലേണിങ്ങിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വരുന്നതാണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി. ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി ചോദിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി നെക്സ്റ്റ് അപ്പോൾ ഞാൻ ഹൈലി ഏറ്റവും കൂടുതൽ വരാൻ ചാൻസസ് ഉള്ള ടോപ്പിക്സുകൾ പറഞ്ഞു, മോഡറേറ്റ് ആയിട്ട് വരാനുള്ള ചാൻസസ് ഉള്ള ടോപ്പിക്സ് ഞാൻ പറഞ്ഞു. ഇനി ഏറ്റവും
ഏറ്റവും കുറവ് ചാൻസസ് ഉള്ള ടോപ്പിക്സുകൾ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് പെർസെപ്ഷൻ, തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലോക്ക്, ആ രണ്ട് ബ്ലോക്സുകളാണ് 2ഉം 3 എന്ന് പറയുന്നത് വലിയ വെയിറ്റേജ് ഇല്ലാത്ത ടോപ്പിക്സുകളാണ്. പക്ഷേ സ്റ്റിൽ നമ്മൾക്ക് ചിലപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ ഈ പ്രാവശ്യത്തെ എക്സാമിന് ചിലപ്പോൾ മൈറ്റ് ബി അതിൻ്റെ അകത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസുകളും വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് വരുന്നത് ബേസിക് കൺസെപ്റ്റ്സുകളാണെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പോകുന്ന സമയത്ത് പെർസെപ്ഷനും തിങ്കിങ് ആൻഡ് ലാംഗ്വേജിൻ്റെ ടോപ്പിക്സുകളോടെ നോക്കുക. കാരണം ചിലപ്പോൾ നമുക്ക് നമ്മൾ പ്രിഡിക്ഷൻസ് ചിലപ്പോൾ റോങ് ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഈ ലോ പ്രോബിലിറ്റി ആയിട്ട് വരുന്ന ടോപ്പിക്സുകളിൽ നിന്നും കൺസെപ്റ്റ്സുകൾ ക്ലിയർ ആണെന്നുള്ളതും അത് നോക്കിയിട്ട് പോകുന്നുണ്ടെന്നുള്ളത് കൂടി എൻഷുർ ചെയ്യുക. ചിലപ്പോൾ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മാറ്റി ചിന്തിക്കണമെന്ന് അവർക്ക് തോന്നിയാൽ ചിലപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുണ്ടാകും ഈ ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒന്ന് ജസ്റ്റ് ടോപ്പിക്സുകൾ നോക്കി പോവുക, കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. ഇനി പ്രോബിലിറ്റി എസ്റ്റിമേഷൻ നോക്കുകയാണെങ്കിൽ വരാനുള്ള ചാൻസസ് നോക്കുകയാണെങ്കിൽ ഒരു ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് 60 to 70% അപ്പിയർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് നമ്മൾ പറഞ്ഞത് മെമ്മറി, തിയറീസ് ഓഫ് മോട്ടിവേഷൻ, ഇമോഷനാണ്. ഇതൊരു 60 to 70% ചാൻസസ് ഉണ്ട് അപ്പിയർ ആവാനുള്ള. ആൻഡ് മോഡറേറ്റ് പ്രോബിലിറ്റി ടോപ്പിക്സ് അതായത് നമ്മൾ പറഞ്ഞ ലേണിങ്ങും നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി അതിനെന്ന് പറഞ്ഞാൽ ഒരു 40 to 50% ചാൻസ് ഓഫ് അപ്പിയറിങ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ലോ പ്രോബിലിറ്റി ടോപ്പിക്സിന് നമ്മുടെ ഒരു അപ്പിയർ ചെയ്യാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് 20 to 30% ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി പെർസെപ്ഷൻ, തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് ആണ് നമ്മൾ ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇൻക്ലൂഷൻ ക്രൈറ്റീരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഇൻക്ലൂഷനായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 to 30% ആ ക്വസ്റ്റ്യൻസുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇനി നിങ്ങൾക്ക് ഞാനൊരു കൺക്ലൂഷനായിട്ട് നമ്മളുടെ ഈ പ്രാവശ്യത്തെ എക്സാം ഈ പ്രാവശ്യം ഡിസംബർ 2023 ഇൻട്രൊഡക്ഷൻ സൈക്കോളജി എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ലേൺവൈസിൻ്റെ ലേണേഴ്സിനോടും എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ ടോപ്പിക്സുകൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ട് ഏതൊക്കെ ബ്ലോക്കാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അനാലിസിസിൻ്റെ ബേസിസിൽ എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് മെമ്മറി, തിയറീസ് ഓഫ് മോട്ടിവേഷൻ, അതുപോലെ തന്നെ ഇമോഷൻസ് ആണ്. അതായത് ബ്ലോക്ക് 4 ആൻഡ് ബ്ലോക്ക് 5. കാരണം ഹൈ ഫ്രീക്വൻസിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാനും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നമ്മൾ പാസ്റ്റ് എക്സാംസുകളിൽ കണ്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ 2 ബ്ലോക്കുകളിൽ നിന്നാണ്. ഈ ടോപ്പിക്സുകൾ ആരും സ്കിപ്പ് ചെയ്യാതെ നെഗ്ലക്റ്റ് ചെയ്യാതെ നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യരുത്, ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സുകളാണ് ലേണിംഗ് എന്ന് പറയുന്നത്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. ബിക്കോസ് ഇതും നമ്മൾ ഈ പറയുന്ന പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളിൽ ക്വസ്റ്റ്യൻസുകൾ അതായത് ഇപ്പോൾ വെയിറ്റേജ് മാർക്ക് കുറവുള്ളതായിട്ടാണെങ്കിലും ചിലപ്പോൾ വെയിറ്റേജ് കമ്പയർഡ് ടു മറ്റ് ബ്ലോക്കുകൾ വെച്ചിട്ട് അത്രയും വെയിറ്റേജിലില്ലെങ്കിലും നമ്മൾക്ക് എന്തായാലും ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യതയുള്ള ടോപ്പിക്സുകളോടെയാണ് ലേണിങ്ങും നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓൾദോ നമുക്കറിയാം പെർസെപ്ഷനും തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് എന്നാണ് ലെസ് എംഫസൈസ്ഡ് ആണ് റീസെൻറ്റ് ഇയേഴ്സിലെങ്കിലും നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിർബന്ധമായിട്ട് ഇതുണ്ടായിരിക്കണം. ബിക്കോസ് ദേ മൈറ്റ് ബി ഡ്യൂ ഫോർ ഒരു ഇൻക്ലൂഷന് ചിലപ്പോൾ ഇത് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ്ലി അത് അവോയ്ഡ് ചെയ്യരുത്. തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബേസിക് കൺസെപ്റ്റ്സുകളിൽ കൂടെയുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. സോ ബേസിക്കലി ഈ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ലേൺ വൈസ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിക്ക് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമുക്കറിയാം നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയുടെ ടൈം എന്ന് പറയുന്ന ഡ്യൂറേഷൻ 2 hours എക്സാമിനേഷൻ, മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 20. അതിൻ്റെ അത് നമുക്ക് 2 സെഷൻസുകളാണ് ഇപ്പോൾ ലേൺ വൈസ് സജസ്റ്റ് ചെയ്യുന്നത്, സെഷൻ 1 ആൻഡ് സെഷൻ 2. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് ആൻസർ ഇനി 5 ക്വസ്റ്റ്യൻസ് ആണ്. അത് 2 സെഷനിൽ നിന്നും ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്സ് ആയിരിക്കും ക്യാരി ചെയ്യുക. ഈച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 30 words ആയിരിക്കും നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ സെക്ഷൻ 1 നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് 1 ഇസ് മെമ്മറി ആണ്. ഡിസ്കസ് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ എവറി ഡേ ലൈഫാണ്. സെക്ഷൻ 1 സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണ്. Elaborate on the Maslow's hierarchy of needs and its application in the modern psychology. And the third one is learning, compare and contrast classical conditioning and operant conditioning with relevant examples. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ classical conditioning, operant conditioning എന്താണെന്ന് അറിയാമെന്നുള്ളതും അതിൻ്റെ എക്സാമ്പിൾസ് ഉള്ളൂ. And the fourth question for the section 1 is nature and scope of psychology, analyze the evolution of psychology as a discipline and its relevance to the contemporary society. And coming to section 2 വരികയാണെങ്കിൽ first one is emotion. That the different theories of emotion, describe the different theories of emotion and explain the role of emotion in decision making. And second one is
memory application, discuss the role of mnemonics devices in enhancing memory retention and retrieval. നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ടോപ്പിക്സ് ആണ് ഇതെല്ലാം. അപ്പോൾ സെഷൻസുകൾ വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ ഫോർ ദ സെഷൻ 2 was motivation in organizational setting. Examine the application of motivation theories in the context of organizational behavior. നമ്മൾ പഠിച്ചിട്ടുള്ള ഓർഗനൈസേഷണൽ നമ്മുടെ മോട്ടിവേഷൻ തിയറീസിനെ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ ഇൻ ദ കോണ്ടെക്സ്റ്റിൻ്റെ ബേസിസിൽ എക്സാമിൻ ചെയ്യാൻ എന്നുള്ളതാണ്. ആൻഡ് സെഷൻ 2 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് പെർസെപ്ഷൻ നമുക്കറിയാം ലോ പ്രോബബിലിറ്റി ഉള്ളതാണ്, പക്ഷെ നമുക്ക് പോസിബിലിറ്റി ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, ബട്ട് പോസിബിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് ഇന്നത്തെ ചോദിക്കാൻ സാധ്യതയുള്ളത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആസ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. നമുക്കറിയാം പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ലോസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ ഇത്രയാണ് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി പേപ്പർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അനാലിസിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ വെച്ചിട്ട് നമ്മൾ ലേണേഴ്സിന് നിങ്ങൾക്ക് ലേണേഴ്സിൽ ഓരോ ലേണേഴ്സിനും പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്സുകളെല്ലാം മോർ ഫോക്കസ് കൊടുത്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് അപ്പിയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് ഫോർ യുവർ കമ്മിങ് എക്സാമിനേഷൻസ്. ഇത് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് യുവർ റെസ്പെക്റ്റീവ് മെൻറ്റേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് നേരാണ്. And I hope that everyone will write your examinations and ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട്. All the very best wishes for all of you from LearnWise. Thank you. ഓക്കെ, സോ വെൽക്കം ബാക്ക് അഗൈൻ. ലിൻസി മാം പറഞ്ഞത് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ടുണ്ടാവും. പ്രധാന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നും നിങ്ങളത് പരീക്ഷയിൽ ഉപയോഗിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പറയുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഉറപ്പായിട്ടും അതിൽ നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നു സിമിലർ ആയിട്ട്, എത്രത്തോളം വന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്കിനി ലേൺവൈസിനെ കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള മെമ്പേഴ്സ് ആണ് ലേൺവൈസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. നിലവിൽ ലേൺവൈസ് കോച്ചിങ് നൽകുന്ന കോഴ്സുകളൊക്കെ തന്നെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ അഡ്മിഷൻ എടുത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺവൈസിനെ സമീപിക്കാം. കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരുപാട് ഫ്രീ വീഡിയോ സെഷൻസും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി വെരിഫൈ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.